പുള്ളിക്കാരൻ്റെ അടുത്ത് 50 രൂപ ചോദിച്ചിട്ടോ. ഞാൻ അറിയാത്തൊരു വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ എൻ്റെ അടിച്ചു. ബിൽഡിംഗ് ആണ്, കുറച്ച് റിസ്ക് ആണ്, ഗ്രാമാന്തരീക്ഷം കൂടിപ്പോയും തോന്നി. ഓക്കെ അതുപോലെ തന്നെ നേരത്തെ പുറപ്പെടണമെന്ന് വിചാരിച്ച് 6 മണിക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. സാധാരണ എന്താ സംഭവിക്കുക, വൈകും. അത് തന്നെ ഇന്നും 7 കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 50 കഴിഞ്ഞു. ചവിട്ടി മുന്നിലേക്ക് എത്തി കേട്ടോ. അവൻ്റെ അടുത്തൊക്കെ യാത്ര ഒക്കെ പറഞ്ഞ് അവിടുന്ന് മെല്ലെ ഇറങ്ങി. ഇപ്പോൾ വേലൂർ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെന്നൈ എത്തുന്നവരെ ഇങ്ങനൊരു ഹൈവേ തന്നെ ആയിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ഞാനെന്നുണ്ടെങ്കിൽ ചവിട്ടാൻ ഈസി ആയിരിക്കും, ഒന്നും നോക്കാമല്ല, നേരെ ചവിട്ടി അങ്ങ് വിടാം. എന്താണ് സാധനം മനസ്സിലായ? വിൻഡ് ഫാൻ്റെ ഒരു ലീഫാണ് ഈ കാണുന്നത്. അങ്ങ് അറ്റം വരെ ഉണ്ട്. ലോറി ഇതേ ഇവിടം വരെ ഉള്ളൂ. സാധാരണ ലോറിയുടെ വലിപ്പമാണിത്. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് ഊഹിച്ചാൽ മതി. എത്ര ലോറി വെക്കണം എൻ്റെ ദൈവമേ. എന്താ അല്ലേ, അടുത്തൊന്നും പമ്പൊന്നും ഇല്ല കേട്ടോ വെള്ളം നിറക്കാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു കുറച്ചങ്ങോട്ട് ഓടിയപ്പോൾ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. 2-3 ഷോപ്പ് അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ആ ഷോപ്പിൽ കയറി വെള്ളം നിറക്കാന്ന് വിചാരിച്ച് പോയത്. അവർ വെള്ളം തരുന്നില്ല. ഫസ്റ്റ് തന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുവാണ്, അധികം പൈസയൊന്നുമില്ല കയ്യിൽ, വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്നു കേട്ടോ. ഞാൻ 3 കുപ്പിയിൽ വെള്ളം നിറച്ചു. അവിടുന്ന് ഈത്തപ്പഴം വാങ്ങി കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. 250 രൂപയായി കേട്ടോ. 250 കുറച്ച് കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ, എനർജി ഉണ്ടാവും. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും കേട്ടോ. എൻ്റെ ഫ്രണ്ടും പറഞ്ഞു ഇവിടെ എല്ലാവരും മിക്കവരും വീട്ടിൽ തന്നെ ആയിരിക്കും, പുലർച്ചെ ആയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ആരില്ല, പിള്ളേരില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല, ഒന്നുമില്ല. ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന റോഡും പറമ്പും. ഇടയ്ക്കിടയ്ക്ക് പറമ്പിലെ ആൾക്കാരെ കാണും കേട്ടോ. ഈ പശുവിനെ മേയിച്ച് കിടക്കുന്നത് അവരാണ് കൂടുതൽ. അവരെ കാണുന്നുള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ചവിട്ടി ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടോ. ഇപ്പൊ ഇതേതാ ദേവികപ്പുറോ അങ്ങനെ എന്തോ ഉള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ദേവികപ്പുറം എന്നാണ് പേര് തോന്നുന്നു. ഗ്രാമം തന്നെയാണോ, വലിയൊരു ഹൈവേ നടുവിലൂടെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഗ്രാമപ്രദേശം തന്നെയാണ്, പക്ഷെ ആരും പുറത്തില്ല എന്ന് മാത്രം. ഓരോ പോക്കറ്റ് റോഡ് ഇങ്ങനെ കാണുമ്പോൾ അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആരും ഇല്ല. നല്ല വെയിലും കൂടി ആയതുകൊണ്ടായിരിക്കാം, രാവിലെ തന്നെ നല്ല വെയിലാണ്. ഈ ആമ്പൂരും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും ഈ ഒരു ഏരിയയിലുള്ള എല്ലാ സ്ഥലവും 2 മലകൾക്കിടയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഏകദേശം 50-55 കിലോമീറ്റർ ദൂരത്തിലാണ് 2 മലകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും നല്ല കാഴ്ചയായിരിക്കും. നല്ല വിശപ്പുണ്ട് കേട്ടോ. അത് ആ ഒരു ചെറിയൊരു ബണ്ണ് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ഒരു കുറച്ച് പഴം വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതേതാ സ്ഥലം? അനേതാ സ്ഥലം? இந்த ஊருக்கு பேர் என்ன? இந்த ஊருக்கு பேர் என்ன? இந்த ஊருக்கு பேரு உங்க பேரு? உங்க பேரு கங்காதரன். இந்த நாட்டுக்கு பேரு? இந்த ஊருக்கு பேர் என்ன? മാത്തന്നൂർ. മാനൂര്. പുള്ളിക്കാരൻ മാത്തന്നൂരെന്നും ഇവിടെ ഒരു മാനൂർ എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സ്ഥലം. ഓക്കെ, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് 50 രൂപ ചോദിച്ചിട്ടോ. ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ ഒരു കടയിൽ പോയി വാങ്ങിച്ചപ്പോൾ വെറും 20 രൂപയ്ക്ക് സാധനം കിട്ടി. ആൾ കുറച്ച് കൂട്ടി വാങ്ങിക്കാൻ നോക്കിയതാ, നടന്നില്ല. ഈ കടയിൽ വന്നിട്ടാണോ വാങ്ങിച്ചത്. നമ്മൾ വേലൂർ കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വെറും 26 കിലോമീറ്ററേ ഉള്ളൂ വേലൂരിലേക്ക്. അത് സിമ്പിളായിട്ട് എത്തും. അത് ഈ റോഡായതുകൊണ്ടാണ് കേട്ടോ. ഇതങ്ങനെ നേരെ കിടക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി, പറന്നു പോവാ സാധനം. സർവീസ് റോഡും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പാലൊന്നും കയറേണ്ട ആവശ്യവുമില്ല, സിമ്പിളായിട്ട് ചവിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എത്ര കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു? ഏകദേശം 37 കിലോമീറ്ററോളം വളരെ പെട്ടെന്ന് പോയി. ഇപ്പോൾ വെറും 9:45 അങ്ങനെ എന്തോ ആയുള്ളൂ. 10 മണി ആവാറായിട്ടുള്ളൂ. 10 മണി ആയില്ല. അപ്പോഴേക്ക് ഇത്രയും കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഞാൻ അറിഞ്ഞില്ല ഇത്രയും പോയത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇത്രയും കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നു. വേറെ കാഴ്ചകളോ അങ്ങനെ ഒന്നും ആളുകളോ ഒന്നും ഇല്ലല്ലോ, നിർത്തുന്നുമില്ല. എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാണുമ്പോഴോ അങ്ങനെയൊക്കെയാണല്ലോ നിർത്തുന്നത്. ഇത് ഈ റോഡ് തന്നെ.
ആകെ ബ്ലോക്കാണല്ലോ. എന്തോ പരിപാടിയാണ്, അമ്പലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എവിടെ നോക്കിയാലും ഈ പരിപാടി, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഇങ്ങനെ NH-48 ഒരുപാട് ഓടി ടോൾ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. எப்படி நைட்டு போகலாம் எங்க பட்டு தூங்கிருப்பேன். டென்ட் தான், பம்பு இல்லையா, பங்கு அங்க டென்ட் போட்டு தூங்கிடுவான் பங்குல. ரொம்ப சூடா இருக்கு. இதுக்கு மேல் பட்டு நீ எங்கன்னா தங்கிக்கலாம், கொஞ்ச நேரம் எங்கன்னா ஓய்வு எடுத்துட்டு போல அப்படிதான் போக முடியும். ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ബാക്ക്ലാവ് ഇടുന്നത്, ഫസ്റ്റ് ടൈമാണ്. അത്രക്കും ചൂട്. വേറെ റോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മെയിൻ ഹൈവേയും തണലൊന്നുമില്ല, അപ്പോൾ ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ഫീല്. ചെന്നൈയിലേക്കാണ്ടോ പോകുന്നത്, ഇന്നല്ല ചെന്നൈയിലേക്ക് പോകുന്ന വഴിയാണ്. 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ചെന്നൈ എത്തുമായിരിക്കും. ചെന്നൈ ഇവിടെ ഇങ്ങനെയാണ് ചൂടെങ്കിൽ ചെന്നൈ എത്തുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും. അയ്യോ, കുഴപ്പമില്ല, നമുക്ക് റെസ്റ്റ് എടുത്തും വല്ല തണൽ വല്ലതും കിട്ടുമ്പോൾ 2-3 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ നിർത്തിയാണ് വന്നത്. 12 മണിയാവാറായി. ഇതിലൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. വേറെ പ്രത്യേകമായിട്ട് വേറെ കാഴ്ചകളൊന്നുമില്ല. നമ്മൾ ഇതുവരെ കണ്ടുവന്ന സെയിം കാഴ്ചകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്കൊന്നും പോകാത്തത്. വെറുതെ നിങ്ങൾ അത് തന്നെ കാണിപ്പിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. കാഞ്ചീപുരത്തേക്ക് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരു കാര്യം നിങ്ങളൊന്ന് പറയാം കേട്ടോ കമൻറ്റിൽ. വീഡിയോ ഒരു 20 to 25 മിനിറ്റ് വേണോ, അതോ 30-40 മിനിറ്റ് ഒക്കെ വേണോ, അതോ അതിലും കുറക്കണോ, എന്താണെന്നൊന്ന് പറയണേ, കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ ചെയ്യാം. വേലൂരിൽ നിന്ന് കുറച്ച് 2 കിലോമീറ്റർ കൊണ്ട് ഓടി വന്നു കേട്ടോ. വിശന്ന്. അപ്പോൾ ഒരു ബിരിയാണി കട ഉണ്ട്, പുള്ളിക്കാരനാണ്. അപ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം, എവിടെയെങ്കിലും ഇരിക്കണം. മൊത്തം ക്രൗഡാണ്. ഇതുവരെ ക്രൗഡ് ഉണ്ടായില്ല, ആൾക്കാരുണ്ടായില്ല. ഇപ്പം ഫുൾ ആൾക്കാർ. ഈ ഒരു സ്ഥലത്തേക്ക് വേളൂര് കഴിഞ്ഞ് ഏതാ സ്ഥലത്തിൻ്റെ പേര്, ഇത് എന്തായാലും 3-4 കിലോമീറ്റർ കഴിഞ്ഞുണ്ടാവും വേളൂരിൽ നിന്ന്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഓടി എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. ഇവിടെ മൊത്തം ബിരിയാണിയാണ് ഇവിടെ മെയിൻ. ഞാനൊരു മരത്തിൻ്റെ താഴെയായിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നേ. അപ്പോൾ അതേ ആ മുന്നിൽ പോകുന്ന പച്ചക്കാരുണ്ട പുള്ളിക്കാരൻ കുറച്ച് മുമ്പ് തന്നെ അവിടെ നിന്ന് കണ്ടായിരുന്നു. വേറെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ആള് വന്നിട്ട് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആളെ വീട്ടിലേക്ക് പോര്, അവിടുന്ന് ഫ്രഷ് ആവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ എനിക്കും ഒന്ന് ഫ്രഷ് ആവാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയല്ലോ. തിരിച്ചു ഒരുപാട് കറങ്ങി കേട്ടോ. സൈക്കിള് ഈ മരത്തിൻ്റെ ചോട്ട് വെച്ചിട്ടോ. കാറ് நேம் பேர் ஸ்வாதி. பசங்க இருக்காங்க. ஸ்மால் பேபி 1 இயர் தான், தூங்கிட்டு இருக்கான். அதை வீட்டுக்கு வந்துருக்கான். ഓക്കെ ഓക്കെ. தண்ணி கொடுப்பா. അയ്യോ, അങ്ങനെ അറിയാത്തൊരു വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാട്ടോ അവിടെ. நீங்கள் என்ன செஞ்சுருக்கீங்க? நீங்கள் படிச்சிருக்கீங்க? ഇല്ല, ഞാൻ ഒരു 4:30-5 മണി അതുക്കുള്ള എങ്കിയാവത്. ഞാൻ ഓൾറെഡി ബിരിയാണി സാപ്പിട്ടேன். ഓക്കെ ஓகே ப்ரோ. போகிறேன். ஓகே, தேங்க்யூ. சரி, ஓகே, தேங்க்ஸ். வரேன்.
ഇത് പോട്ടില്ലേ ഇതാവത് ഇത് എടുത്തില്ലേ ഗൂഗിൾ போட்டு தான் போடும் இல்லை நீங்கள் கார் எடுத்து எப்படி ആ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം അവരുടെ കൂടെ ഒക്കെ ചെലവഴിച്ച് നല്ലൊരു കുടുംബം കേട്ടോ. അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റി എന്നുള്ളതല്ല, ഇങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയല്ലോ എന്ന ഒരു സംഭവം. മനുഷ്യന്മാരെ സംസാരിക്കാൻ പറ്റുക, ഒരു പരിചയമില്ലാത്ത ആളെ വീട്ടിൽ പോവുക, അവിടെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, ആ ഇൻസിഡന്റ് ആണ് മെയിൻ പോയിന്റ്. റാണിപ്പേട്ടും കഴിഞ്ഞു പോയി സ്ഥലം. സമയം ഇപ്പോൾ 5:45. ഇത് അന്ന് സേലത്തുനിന്ന് ആയ പോലെ ആവും തോന്നുന്നു, വൈകും ഇരുട്ടും തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു ടെൻ്റ് അടിക്കാൻ വേണ്ടി, ഒരുപാട് പമ്പിൽ ചോദിച്ചു, ആരും സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യുക, നമ്മളങ്ങനെ ഒരുപാട് വൈകി. സമയം ഏകദേശം 6:45 7 മണി ആവാറായി. കുറച്ച് നേരമായി ഇവിടെ നിൽക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 24 hours വർക്ക് ചെയ്യുന്ന പമ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും 10 കിലോമീറ്റർ ഓടണം. ഇതുവരെ ചോദിച്ച ഒരു പമ്പും സമ്മതിച്ചില്ല എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ ഇനി ആ പമ്പും സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ആകെപ്പെടും അവിടെ വരെ പോയി കഴിഞ്ഞാൽ. ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്, അതായത് ഒരു പഴയതെന്നല്ല കൂട്ടിപ്പോയ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അത് സെക്യൂറാണ്, നായൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ഒഴിഞ്ഞെടുക്കുന്നൊരു ബിൽഡിംഗ് ആണ്, കുറച്ച് റിസ്ക് ആണ് എനിക്കറിയാം, പക്ഷേ എന്നാലും വേറെ വഴിയില്ല. കുറച്ച് ഇരുട്ടി കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണെന്നത്. ഇതാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന സ്ഥലം. അവിടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ടെൻ്റ് അടിക്കണം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇരുട്ടിയിട്ട് അടിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള അഡ്വഞ്ചർ ചെയ്യാൻ പോകുന്നത്. ടെൻ്റൊക്കെ അടിച്ചു കേട്ടോ, ടെൻ്റ് അടിച്ചു. അതാ ഫുഡായിക്കൊണ്ടിരിക്കുന്നു. കഞ്ഞി കുടിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ പരിപാടി. സമയം 8 മണിയാവാറായി. നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം, നേരത്തെ എണീക്കാം, പോകാം. നാളെ എവിടെ എത്തും അവിടെ വരെ. ഓ ഗുഡ് നൈറ്റ്. അങ്ങനെല്ലാം പാക്ക് ചെയ്തു, പോകാൻ റെഡിയായി. കിടിലം വ്യൂ ആണ് കേട്ടോ. നമ്മൾ അതിക്രമിച്ച് താമസിച്ച ഈ സ്ഥലത്തിൻ്റെ വ്യൂ അടിപൊളി. ബാക്കിൽ കൃഷി നടക്കുന്നുണ്ട്, പശുക്കൾ, അങ്ങനെ ഒരു പച്ചപ്പ് കൂടിയ ഒരു സ്ഥലം അല്ലേ. കിടിലം വ്യൂ. രാത്രി ആയതുകൊണ്ട് വല്ലാണ്ട് ആസ്വദിക്കാൻ സാധിച്ചില്ല. രാവിലെ എണീറ്റ് പുലർച്ചെ നോക്കിയപ്പോൾ ഭയങ്കര ലുക്കായിരുന്നു. അതും കുറച്ചേരൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അവിടെ ഏതാ ലുക്ക്, ഒരു പുലർച്ചെ കാണുന്ന ലുക്കൊന്ന് വേറെ തന്നെയാണല്ലേ. ഓ സൂപ്പർ. താങ്ക്സ് ഫോർ എന്ത് തമിഴ് താങ്ക്സ് ഫോർ ശ്രീ സസ്ത കോഫി ബാർ. വളരെ നന്ദിയുണ്ട്. ഓക്കെ ബൈ. ഇന്നലെ വാങ്ങിച്ച ഒരു ആപ്പിൾ ഉണ്ട് കേട്ടോ, അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് അങ്ങോട്ട് എത്തി വിഷം കഴിഞ്ഞാൽ വല്ലതും വാങ്ങാം. ടിയോടൊരു പമ്പിലാണ്. ഇവിടുന്ന് കാര്യം സാധിച്ചു. അങ്ങനെ ഇവിടുന്ന് വിടാം. കാര്യം സാധിക്കാൻ പമ്പ് തന്നെയാണ് കേട്ടോ. എപ്പോഴും സേഫ്റ്റിയും കൂടിയാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ സേഫാക്കി വെച്ച് പോവാം. അപ്പോൾ ഇനി ഇവിടുന്ന് ചെന്നൈ എത്തണവരെ ഈ ഹൈവേയിലൂടെ പോയിട്ട് കാര്യമില്ല, ഒരു കാഴ്ചയും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ആ ഒരു സൈഡിലേക്ക് ഗ്രാമപ്രദേശത്തേക്ക് റോഡ് ഫിറ്റ് ആവുന്നുണ്ട്, ഒരു പാലത്തിൻ്റെ താഴെ കൂടെ പാലം കയറിയിട്ട്. അതുവഴി അങ്ങോട്ട് കയറി ആ ഗ്രാമത്തിലൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കാം, ഗ്രാമത്തിലൂടെ പോയാലും കാഴ്ച ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഞാൻ അവിടെ ഗ്രാമങ്ങളാണോ അതോ ഈ ഹൈവേ വിട്ട് അപ്പുറത്തൂടെ വേറെ റോഡാണ്, മാപ്പിൽ കാണിക്കുന്നതാണ്. എന്തായാലും പോയിട്ട് എന്തെങ്കിലും കിട്ടോ ഇല്ല, ഇതിലെ പോയിട്ട് എന്തായാലും കാര്യമില്ല, അതിലൂടെ പോയിട്ട് എന്തെങ്കിലും കാഴ്ചകളോ വല്ലതും കിട്ടോ ഇല്ലോ എന്ന് നോക്കാം. ഇത് ഞാൻ കണ്ടില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ചായിരുന്നു. നെല്ല് ഉണക്കാനാ അതിൻ്റെ എന്തോ പ്രോസസ്സിന് വേണ്ടി റോഡ് സൈഡിലിട്ടേക്കുന്നു. ഹൈവേ പോകുന്നു, അതിൻ്റെ സർവീസ് റോഡിൽ നെല്ലിട്ടേക്കുന്നു. ഇനി അങ്ങോട്ട് ആന്ധ്ര മുതൽ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ആയിരിക്കും കാഴ്ച. പല ട്രാവൽ വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ലോറിയിൽ അവർ അരി കൊണ്ടുവന്നിരിക്കുന്നതാണ്, എവിടുന്നോ ലോഡ് കൊണ്ടുവരുന്നതാണ്. അപ്പം മഴ പെയ്തിട്ട് അതെല്ലാം നനഞ്ഞു പോയി. അത് ഉണക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ ചാക്ക് ഇങ്ങനെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പാവം, അതാ അതിനുള്ളിൽ കിടന്ന് പൂപ്പൽ വന്ന് കേടായി പോകുമല്ലോ, അതാണ് സംഭവം.
റോഡ് സൈഡിൽ ഒരു വണ്ടിയിലുണ്ടാക്കുന്നതാണ്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം, ഇപ്പം കിട്ടിയില്ലെങ്കിൽ. നമ്മളങ്ങനെ ആ പറഞ്ഞ ടേൺ എടുത്തു കേട്ടോ. ഒരു ചെറിയ റോഡ്, ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ഗ്രാമാന്തരീക്ഷം കൂടിപ്പോയും തോന്നി. ഇതിലെ കുറച്ച് ഓടിയിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്ത് ഒരു മെയിൻ റോഡിൽ കയറണം. ചെറിയ റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, വലിയ വലിയ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഒരു പ്രത്യേക തരത്തിലാണ്ടോ നോക്കുന്നത്. ഇങ്ങോട്ടൊന്നും ആരും ഇങ്ങനെ വരാറില്ലല്ലോ. ഇതൊരു ഉള്ളിലെ ഗ്രാമമായി പോയി. ഏതാ ഇവൻ, ആരാ ഇത്? മാലും സൈക്കിളോ എല്ലാ ഗെറ്റപ്പും എല്ലാം കൂടി കാണുമ്പോൾ, ഗെറ്റപ്പ് എന്നല്ല ബാഗും തൊപ്പിയും എല്ലാം കൂടി കാണുമ്പോൾ ഇങ്ങനെ ഏതാ ഈ ജീവി, ആ രൂപത്തിലാണ് എല്ലാവരും നോക്കുന്നത്. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാ. അയ്യേ, നേരെ പോയാൽ കാഞ്ചീപുരം ഏകദേശം 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും, 25-30 ഇടയിലുണ്ടാവും. ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്താ പുതൂര അങ്ങനെ എന്തോ ആണ്. പറഞ്ഞ പോലെ തന്നെ കുറച്ചുള്ളിലുള്ളൊരു ഗ്രാമം. എല്ലാവരും അവരോട് എന്തോ പണിയില്ല, ആരും മെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. ബസ്സിൽ കയറി പോകാനുള്ള തിരക്കിൽ, ജോലിക്ക് പോകാനുള്ള തിരക്കിൽ, എല്ലാവരും ഓട്ടത്തിലാണ്. ഗ്രാമമാണെങ്കിലും എല്ലാവരും ബിസി മാൻ. എല്ലാവരും ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വലിയൊരു മരം ഉള്ളതുകൊണ്ട് തണലുണ്ട് നല്ല. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ചുറ്റും കൃഷിപ്പാടങ്ങളാണ്. ഇടയ്ക്കിടെ ഒരു ഗ്രാമം കഴിഞ്ഞാൽ എത്രയോ ദൂരം കൃഷിപ്പാടങ്ങളാണ്. അങ്ങനെ കണ്ണത്ത ദൂരത്തിന് ഇങ്ങനെ കൃഷിപ്പാടങ്ങൾ നേരെ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു ഗ്രാമം, പിന്നെ ഒരുപാട് ദൂരെ കൃഷിപ്പാടങ്ങൾ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മെഷീൻ കടപ്പ് നിർത്തിയാണ്. നെല്ല് സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണ്. സംഭവം ഇവർ ചെയ്യുന്നില്ല, ഞാൻ വിചാരിച്ചു ഇവർ നെല്ല് സെപ്പറേറ്റ് ചെയ്യുമായിരിക്കും. ഇവർ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യാണ്ട് വെച്ച വണ്ടിയാണ്. അപ്പോൾ അത് ഇവരൊന്ന് പുതുക്കിയെടുക്കുവാണ്. ഉള്ള ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് പുതുക്കിയെടുക്കുവാണ്. ലോറികൾ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള അരി കൊണ്ടുപോകാനുള്ള തന്നെ അരികൾ ഒരുപാടുണ്ട്, അങ്ങ് ദൂരെ വരെ ഉണ്ട്. എടുത്തിട്ട് പോര്, വാ. சாப்பாடுக்கு நீங்க தான் பார்க்க வேண்டி இருக்கும். பெட்ரோல் போட வேணாம், எங்கேயோ போயிடும். பெட்ரோல் போடணும்ல, ஒரு மாதம் சுத்தினா என்ன ஆகும்? പെട്രോൾക്കാ നല്ല പൈസ വരും. ഒരു വലിയ സെറ്റപ്പാണ്. ഞാൻ വെച്ച് ചെറിയ വല്ല സെറ്റപ്പായിരിക്കും വിചാരിച്ചു. അവിടുന്ന് ഒരാൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഞ്ചീപുരം പട്ട് സാരിയൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടാണ്. ഇത് ചില്ലറയില്ലല്ലോ, ഒരു വലിയ കോമ്പൗണ്ടാണ് കേട്ടോ. പെർമിഷൻ കേൾക്കണം കേട്ടോ പറഞ്ഞത്. പെർമിഷൻ ചോദിക്കണം എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആരോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരും കാണുന്നുമില്ലല്ലോ. ഒരാളുണ്ട് അവിടെ. എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തു കേട്ടോ. അവരെനിക്കെല്ലാം പറഞ്ഞു തന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ആൾ പറയാ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത്. ഞാൻ പിന്നെ എന്തിനിവിടെ വന്ന് പാത്ത് പുരിയില്ല വാങ്ങ. ഒരാള് പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കണമെന്ന് ആള് വരട്ടെ. എന്തായാലും ആഗ്രഹമല്ലേ, ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ഞാൻ ഇവിടെ ഒരു മലയാളം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ ഒരു ഷോപ്പ് എടുക്കുന്നു, ചായക്കടയെന്ന് പറയാം. ടീ ഷോപ്പ്. തൃശ്ശൂർകാരനാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മലയാളി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതും ഈ ഒരു ഇത്രയും ഉള്ളിലുള്ളൊരു സ്ഥലത്ത്. കാഞ്ചീപുരത്തേക്ക് പോകുന്ന മെയിൻ റോഡ് പോലും അല്ല, ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു വഴിയാണ്. സ്ഥലത്തിന് എന്തോ ഒരു പേര് പറഞ്ഞ ആള് മറന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മലയാളിയെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്,
കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. കുറച്ച് ആശ്ചര്യത്തോടു കൂടിയാണെങ്കിലും അങ്ങനെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു. ആള് കൊള്ളാം, സൂപ്പറാണ് ആള്. കാഞ്ചീപുരം പട്ടുസാരി ഉണ്ടാക്കുന്നത് കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിഷമത്തോടു കൂടി നമ്മൾ വീണ്ടും ആ NH-ലോട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ NH-ലേക്ക് പോകാൻ ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഒരു 3-4 കിലോമീറ്റർ എന്തായാലും ഈ ഒരു റൂട്ടിലൂടെ പോയി നമ്മൾ ടേൺ ചെയ്താണ് ആ ചെറിയ റൂട്ടിൽ നിന്ന് വേറൊരു നല്ല റൂട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ സ്ട്രൈറ്റ് പിടിച്ചാൽ NH-44-46 ഇങ്ങനെ എന്തോ ആണ്, അങ്ങോട്ടെത്തും. നല്ല വെയിലുണ്ട്. ഈ പമ്പിൽ ഒന്നും കൂടി നിൽക്കണം. ഒന്ന് വെയിൽ താന്നപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ, ആ തൃശ്ശൂർകാരൻ്റെ. പക്ഷേ വെയിൽ പിന്നെയും നല്ല വെയിലാണ്. ഏതെങ്കിലും പമ്പിൽ കയറിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ആദ്യം NH പിടിക്കാം. Good name? സുഫൈൽ. സുഫൈൽ எப்போ ஸ்டார்ட் பண்ணீங்க? ഇപ്പോൾ 16 நாளாயிருக்கும். 16 days. எங்க இருந்து எங்க வரீங்க? அம்பூர் போய் அந்த காஞ்சிபுரத்தில் கொஞ்சம் கிராமத்தில் இப்படி சுற்றி வரும். இப்போ எங்க நெக்ஸ்ட் சென்னையா? சென்னை. சென்னை. சென்னை இன்னைக்கு எட்டாது. இன்னைக்கு இல்ல, ஓகே. அந்த வே சென்னை. சென்னை. இந்தாங்க. கோச்சிக்காதீங்க. செலவு. இல்லை வேணாம். தேங்க்ஸ். இல்லை நன்றி. வெயில் கொட்டுதுப்பா, என்ன சூடு, നല്ല ചൂടാണ് കേട്ടോ. പമ്പ് ഇതുവരെ എവിടെയും കണ്ടില്ലല്ലോ. അതാകുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഒരു പമ്പ് തൊട്ടടുത്തൊന്നും ഇല്ല. കുറച്ച് സമയമായി ഓടുന്നു. നമ്മൾ ആ NH-ലേക്ക് കയറി. ആ പുള്ളിക്കാരനെ കണ്ടില്ലേ, ആളെ കണ്ടതിന് ശേഷം സ്പോട്ടിന് NH-ലോട്ടാണ് കയറിയത്. അങ്ങനെ ഒരു സ്ഥലത്ത് പമ്പ് കിട്ടി കേട്ടോ. ഇതേ ഒരു ഭാരത് പെട്രോളിയാണ്. ഇതുവരെ നമ്മൾ കണ്ട കുറച്ച് നമ്മളെ നാട്ടിൽ നിന്നുള്ള പമ്പ് പോലെയല്ല. ഇവരും കുറച്ച് എല്ലാവരും സമ്മതിക്കുന്നില്ല. പക്ഷെ നല്ല ആൾക്കാരും ഉണ്ട്. നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി ഈ പമ്പിലുള്ള ആളാണെങ്കിൽ നമ്മൾ കണ്ടടുത്ത് തന്നെ ഭയങ്കര ഉള്ളുന്നൊരു ഫീലൊക്കെ വരുമല്ലോ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. ചിലരൊന്നും ഇങ്ങനെ മുഖത്ത് പോലും നോക്കാതെയാണ് ഗെറ്റ് ഔട്ട് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയും മനുഷ്യന്മാരുണ്ട്. ഇന്നിവിടെ തങ്ങാം. നാളെ ചെന്നൈയിൽ ഫാമിലി ഉണ്ട്. അപ്പം നാളത്തേക്ക് പ്രശ്നമില്ല. നാളെ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് തങ്ങാൻ പറ്റും. ഇന്ന് ഇവിടെ ഓക്കെ. വിളിച്ചാ ഒരു കപ്പിൻ്റെ മുകളിൽ വേറൊരു കപ്പ് വെച്ചിട്ട് ചായ എനിക്ക് ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് കേട്ടോ. പമ്പിലിരുന്ന് ഇങ്ങനെ വന്നിട്ട് ചായ കുടിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കി കുടിക്കാറോ അങ്ങനെ എന്തെങ്കിലുമാണ് പതിവ്. അപ്പോൾ ഫസ്റ്റ് അനുഭവം. വലിയ അനുഭവമൊന്നുമില്ല, ചായ കുടിക്കുന്നു അത്ര തന്നെ. നല്ല ചൂടുണ്ട്, പുറത്തും നല്ല ചൂടാണ് കേട്ടോ. പക്ഷെ എന്തോ ചായ കുടിക്കണം തോന്നി. ഇതുപോലുള്ള യാത്രകളിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് തന്നെയായിരിക്കും. പക്ഷേ അതിനിടയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യമെങ്കിലും ഉണ്ടായിരിക്കും. ആ ഒരു പോസിറ്റീവ് ആയിരിക്കാം നമ്മളെ വീണ്ടും വീണ്ടും ഇതുപോലെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പോസിറ്റീവ് ഫീലിങ്സിന് വേണ്ടി നമ്മുടെ യാത്ര ഇനിയും തുടങ്ങും. സ്റ്റേ ട്യൂൺ.